മലയാളികൾ ഓർക്കണം. അത്ര ചെറുതല്ലാത്ത ഒരു ഓൺലൈൻ മീഡിയം. അതെന്താ, നിമിഷപ്രിയ ഹിന്ദു ആയതുകൊണ്ടാണോ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ശ്രമങ്ങളൊന്നും നടക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അത് വായിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്തൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളും അത്ര പരസ്യമായിട്ടല്ലാതെ ആണെങ്കിലും ചെറുതായിട്ടെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് നിമിഷപ്രിയയുടെ എല്ലാ ശ്രമങ്ങളും വൃഥാവിലാവുകയായിരുന്നു. അപ്പൊ എന്താണ്, അബ്ദുൾ റഹീം രക്ഷപ്പെടുന്നു, നിമിഷപ്രിയ രക്ഷപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു നറേറ്റീവ് കൂടി ഉണ്ടായിരുന്ന സ്ഥലമാണ് കേരളം. അതിന് കൈയടിക്കാനും അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യാനും വന്ന ആളുകൾ, ഞാൻ ആ മാധ്യമത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന മാധ്യമം തന്നെയാണ്, അതിന്റെ താഴെയൊക്കെ ഇത്തരം കമന്റുകൾ ആളുകൾ വരുന്നത് കണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കും, ഇത് എന്താണ് കാര്യം? യമൻ വേറെയാണ്, സൗദി അറേബ്യ വേറെയാണ്, യമനിലെ സാഹചര്യങ്ങൾ വേറെയാണെന്ന് മനസ്സിലാകാത്തവരായിരിക്കുമോ? അത്ര നിഷ്കളങ്കരായിട്ടുള്ളവരായിരിക്കുമോ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്ന ആലോചിച്ചിട്ടുള്ളത്? അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് നിമിഷപ്രിയയ്ക്ക് ഒരു സാധ്യത മുന്നിൽ വരുന്നു. നമ്മുടെ ഭാഗ്യത്തിന് അത് കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ ആകുന്നു. അതോടുകൂടി നമ്മളെല്ലാവരും കൈയടിക്കുന്നു. ഭാഗ്യം കാന്തപുരമായി. ഒരുപക്ഷെ കാന്തപുരത്തിൽ ഇടപെടാൻ പറ്റാതെ വേറൊരു ഹിന്ദു ആയിരുന്നു ഇടപെട്ടിരുന്നെങ്കിലോ കേരള സ്റ്റോറി ഇല്ലേ? അതും കേരള സ്റ്റോറിയാണ്. കേരളത്തിന്റെ ചരിത്രം അതാണ്. ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ രക്ഷിക്കുമ്പോഴോ ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ രക്ഷിക്കുമ്പോഴോ അല്ല കേരള സ്റ്റോറി. കേരളത്തിന്റെ ചരിത്രം ക്ഷേത്രപ്രവേശന വിളംബരത്തിനും മറ്റുള്ള സമരങ്ങൾക്ക് വേണ്ടി അല്ല, വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഒരുമിച്ച് നിന്ന് പോരാടിയ ചരിത്രമാണ്.